വെൽക്കം ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബിസിനസ് സ്റ്റഡീസിന്റെ 4, 5, 6 ചാപ്റ്റേഴ്സ് ആണ്. അതായത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ് ആൻഡ് സ്റ്റാഫിംഗ്. ഈ 3 ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. Caught in the crossfire. ഫോർത്ത് ചാപ്റ്റർ പ്ലാനിംഗ്. പ്ലാനിംഗിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് പ്ലാനിംഗ്? അക്കോർഡിംഗ് ടു ജെ.എൽ. ലുണ്ടി, പ്ലാനിംഗ് is the determination of what is to be done, who is to do it and how the results are to be evaluated. പ്ലാനിംഗ് എന്ന് പറയുന്നത് ആര് ചെയ്യണമെന്നും എന്ത് ചെയ്യണമെന്നും അതിന്റെ റിസൾട്ട് ഭാവിയിൽ എങ്ങനെയായിരിക്കണമെന്നും മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണമെന്നും ആര് ചെയ്യണമെന്നും അതിന്റെ റിസൾട്ട് ഭാവിയിൽ എങ്ങനെ ആയിരിക്കണമെന്നും മുൻകൂട്ടി തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് പ്ലാനിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്? പ്ലാനിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: പ്ലാനിംഗ് ഫോക്കസസ് ഓൺ അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനായിരിക്കും പ്ലാനിംഗ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറ്. രണ്ടാമത്തെ പോയിന്റ്: പ്ലാനിംഗ് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ. പ്ലാനിംഗ് എന്താണ്? മറ്റു ഫംഗ്ഷനെ അപേക്ഷിച്ച് ആദ്യ രൂപം കൊള്ളുന്നതാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് എന്താണ്? ഒരു പ്രൈമറി ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തെ പോയിന്റ്: പ്ലാനിംഗ് ഇസ് പെർവേസീവ്. ഒരു ബിസിനസിന്റെ എല്ലാ മാനേജ്മെന്റ് ലെവലിലും ആരുണ്ട്? പ്ലാനിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് എന്താണ്? ഒരു പെർവേസീവ് ആണ്. നാലാമത്തെ പോയിന്റ്: പ്ലാനിംഗ് ഈസ് കണ്ടിന്യൂസ്. അതായത് മാനേജ്മെന്റിന്റെ തുടക്കം മുതൽ അവസാനത്തെ ഫംഗ്ഷൻ വരെയും എന്തുണ്ട്? പ്ലാനിംഗ് ഉണ്ട്. അതുകൊണ്ട് പ്ലാനിംഗ് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ലാസ്റ്റ് പോയിന്റ്: പ്ലാനിംഗ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിംഗ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ റിസ്ക് കുറയ്ക്കാം എന്നാണ് പ്ലാനിംഗ് കൂടുതലായിട്ടും എയിം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: പ്ലാനിംഗിന്റെ സ്റ്റെപ്സ് എന്താണ്, അല്ലെങ്കിൽ പ്രോസസ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ്: സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ബിസിനസിന്റെ ലക്ഷ്യം എന്താണോ അത് ആദ്യം സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്: ഡെവലപ്പിംഗ് പ്രെമിസസ്. ഭാവിയിൽ നമുക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശകലനം നടത്തുകയും അത്തരത്തിലുള്ള അസംഷൻസിന് ഡെവലപ്മെന്റ് നൽകുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്: ഐഡന്റിഫൈങ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവ കണ്ടെത്തുക. നാലാമത്തത്: ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. അവ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുക. അഞ്ചാമത്തെ പോയിന്റ്: സെലക്ടിംഗ് ദ ഓൾട്ടർനേറ്റീവ്. ഏറ്റവും മികച്ച മാർഗം ഏതാണോ അത് സെലക്ട് ചെയ്യുക. ആറാമത്തെ സ്റ്റെപ്പ് ഇതാണ്: ഇംപ്ലിമെന്റ് ദ പ്ലാൻ. ആ പ്ലാൻ എന്താണ്? നടപ്പിലാക്കുകയും. അവസാനത്തെ സ്റ്റെപ്പ് ഇതാണ്: ഫോളോ അപ്പ് ആക്ഷൻ. അതായത് തുടർ നടപടികൾ സ്വീകരിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ ഓർഗനൈസിംഗ്. വാട്ട് ഈസ് ഓർഗനൈസിംഗ്? എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്? Organizing means bringing together the necessary men, machine, money, material for the achievement of common objective. നമ്മുടെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായ മെൻ, മെഷീൻ, മണി, മെറ്റീരിയൽ തുടങ്ങിയവയുടെ അറേഞ്ച്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഓർഗനൈസിംഗ് അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയുന്നത്. നമ്മുടെ പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായ മെൻ, മെഷീൻ, മണി, മെറ്റീരിയൽ തുടങ്ങിയവയുടെ അറേഞ്ച്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഓർഗനൈസിംഗ്? ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്: ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഓരോ ആൾക്കാരും ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഇത് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ നേച്ചറുള്ള ജോലികളെ എന്താണ് ഓരോ ഗ്രൂപ്പാക്കി മാറ്റുന്നു. ഇതിനെയാണ് ഇത് പറയുന്നത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. ഒരേ നേച്ചറുള്ള ജോലികളെ ഓരോ ഗ്രൂപ്പാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഓരോ കാറ്റഗറി ആക്കി മാറ്റുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. വർക്ക് ഡിവൈഡ് ചെയ്തതിനു ശേഷം അത് ഓരോ ഗ്രൂപ്പ് അനുസരിച്ച് നമ്മൾ മാറ്റുന്നു. അതിനെ ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞു. ഇനി ഓരോ ആൾക്കാരും ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണെന്ന് അവർക്ക് ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഇത് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. ഓരോ ആൾക്കാരും ചെയ്യേണ്ട ഡ്യൂട്ടീസ് അവരവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് ഇത് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അധികാര ഉത്തരവാദിത്ത ബന്ധം നിർണ്ണയിക്കുകയാണ്. ആര് ആരോടാണ് അക്കൗണ്ടബിൾ ആകേണ്ടത്, അല്ലെങ്കിൽ ആര് ആരോടാണ് ആൻസറബിൾ ആകേണ്ടതെന്ന് തൊഴിലാളികൾക്കിടയിൽ വ്യക്തമായ ധാരണ ഉണ്ടാകും. ഈ ചാപ്റ്ററിൽ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്: വാട്ട് ഈസ് ഡെലിഗേഷൻ ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ? എന്താണ് ഡെലിഗേഷൻ നോക്കാം.
ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് അധികാരം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അധികാരം സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റിലേക്ക് അധികാരം ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഡെലിഗേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എഫക്റ്റീവ് മാനേജ്മെന്റ്, അതായത് പര്യാപ്തമായ ഒരു മാനേജ് രൂപം കൊള്ളുന്നു. രണ്ടാമത്തെ പോയിന്റ് എംപ്ലോയി ഡെവലപ്മെന്റ്, ജീവനക്കാരുടെ വികസനം. മൂന്നാമത്തെ പോയിന്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്, തൊഴിലാളികൾക്ക് പ്രചോദനമേറുന്നു. നാലാമത്തെ പോയിന്റ് ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത്, പുരോഗതി സുഗമമാക്കുന്നു. അഞ്ചാമത്തെ പോയിന്റ് ബേസിസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് അധികാരക്രമം വ്യക്തമാകുന്നു. ആറാമത്തെ പോയിന്റ് ബെറ്റർ കോർഡിനേഷൻ, ഏകോപനം സാധ്യമാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള പൊതുവായ വ്യത്യാസം എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻട്രലൈസേഷൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഉന്നത തലങ്ങളിൽ തന്നെ നിലനിർത്തുന്നു. എന്നാൽ ഡീസെൻട്രലൈസേഷൻ ആണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ലോവർ ലെവലിലേക്കും വ്യാപിപ്പിക്കുന്നു. ചെറിയ സ്ഥാപനങ്ങൾക്ക് മാത്രം അനുയോജ്യമാണ് സെൻട്രലൈസേഷൻ, എന്നാൽ വലിയ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് ഡീസെൻട്രലൈസേഷൻ. ലോവർ ലെവൽ മാനേജർക്ക് പ്രചോദനം കുറവാണ് സെൻട്രലൈസേഷൻ, എന്നാൽ ലോവർ ലെവൽ മാനേജ്മെന്റിലെ മാനേജേഴ്സിന് പ്രചോദനം കൂടുതലാണ് ഡീസെൻട്രലൈസേഷനിൽ. പ്രവർത്തന സ്വാതന്ത്ര്യം കുറവ് സെൻട്രലൈസേഷനിലുണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഡീസെൻട്രലൈസേഷനിലും ഉണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ, സ്റ്റാഫ്. എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എബിലിറ്റിക്ക് അനുസരിച്ച് അയാൾക്ക് അർഹമായ സ്ഥാനം നൽകുന്നു. അതിനെയാണ് എന്താ പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലിനനുസരിച്ച് അവർക്ക് അർഹമായ സ്ഥാനങ്ങളിൽ നിയമനം നൽകുന്നു. അതിനെയാണ് എന്താ പറയുന്നത്? സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സ്റ്റാഫിംഗ്? സ്റ്റാഫിംഗിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്. ഭാവിയിൽ നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യമായി വരുന്ന തൊഴിലാളികളുടെ എണ്ണം എത്രയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെന്റ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ്. നമുക്ക് ആവശ്യമായ ജോലിക്കാരെ കണ്ടെത്തുകയും ആ ജോലിയിലേക്ക് അവരെ അപേക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ജോലിക്ക് ആവശ്യമായ ജോലിക്കാരെ കണ്ടെത്തുകയും ആ ജോലിയിലേക്ക് അപേക്ഷിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ്, സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് അവസാനിച്ചാൽ ഉടൻ തന്നെ സെലക്ഷൻ ആരംഭിക്കുകയാണ്. ഒരു കൂട്ടം ആൾക്കാരിൽ നിന്നും നമുക്ക് ആവശ്യമായ ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു കൂട്ടം അപേക്ഷകരിൽ നിന്നും നമുക്ക് ആവശ്യമായ ആൾക്കാരെ മാത്രം തിരഞ്ഞെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സെലക്ഷൻ എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പാണ് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ. എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് പുതിയതായി ഒരാള് സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സ്ഥാപനത്തിന്റെ റൂൾസ്, പോളിസീസ്, ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റീസ് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനെയാണെന്ന് പറയുന്നത് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക ലക്ഷ്യം മുൻനിർത്തി ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന സംഘടിത പ്രവർത്തനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതോ ഒരു ജീവനക്കാരന്റെ സമഗ്ര വളർച്ചയാണെന്ന് പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. അടുത്ത സ്റ്റെപ്പ്, പെർഫോമൻസ് അപ്രൈസൽ. ഒരു ജീവനക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലവാരം അയാളെ മുൻകൂട്ടി അറിയിക്കുകയും ആ നിലവാരത്തിനോടൊപ്പം അയാൾ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് എന്ത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഏഴാമത്തെ സ്റ്റെപ്പ്, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്. ഓരോ വ്യക്തികളുടെയും പെർഫോമൻസിനനുസരിച്ച് അവർക്ക് അർഹമായ പ്രൊമോഷനും അവരുടെ കരിയർ പ്ലാനിങ്ങിലും സ്ഥാപനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ലാസ്റ്റ് സ്റ്റെപ്പ്, കോമ്പൻസേഷൻ. എന്താണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്? തൊഴിലാളികൾക്ക് നൽകുന്ന എല്ലാ തരത്തിലുള്ള പാരിതോഷവും വേതനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓരോ വ്യക്തികളുടെയും ജോലിക്കനുസരിച്ച് അവർക്ക് അർഹമായ വേതനം നൽകുകയാണെങ്കിൽ അവരെ കൂടുതൽ മോട്ടീവാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്? ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് തമ്മിലുള്ള പൊതുവായ വ്യത്യാസം എന്തൊക്കെയാണ്? ട്രെയിനിങ്ങിന്റെ സാധ്യതകൾ പരിമിതമാണ്, ഡെവലപ്മെന്റിനോ വിശാലമായ സാധ്യതകളും. ഒരു നിശ്ചിത കാലത്തേക്കുള്ളതാണ് ട്രെയിനിങ്, എന്നാൽ സേവനകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ് ഡെവലപ്മെന്റ്. മാനേജറിയൽ വിഭാഗത്തിൽ പെടാത്ത ജീവനക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ട്രെയിനിങ്, എന്നാൽ മാനേജറിയൽ വിഭാഗത്തിനാണ് കൂടുതൽ പ്രയോജനം ഡെവലപ്മെന്റ്. ട്രെയിനിങ് എന്നത് പ്രധാനമായും
ടെക്നിക്കൽ സ്കിൽസ് പഠിപ്പിക്കലാണ്. എന്നാൽ ഡെവലപ്മെന്റോ മാനുഷികവും ആശയപരവുമായ വൈദഗ്ധ്യം വളർത്തലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള പൊതുവായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപേക്ഷകരാകാൻ ഇടയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും അവരെ അപേക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കലുമാണ് റിക്രൂട്ട്മെന്റ്. എന്നാൽ ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചവർക്കിടയിൽ നിന്നും യോജിച്ചവരെ തിരഞ്ഞെടുക്കലാണ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് ഒരു സംശയാതീതമായ പ്രക്രിയയാണ്. സെലക്ഷനോ ഒരു നിഷേധാത്മക പ്രക്രിയയും. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ വലിയൊരു സംഘത്തെ ഉണ്ടാക്കലാണ് റിക്രൂട്ട്മെന്റ് ലക്ഷ്യം. എന്നാൽ ജോലിക്ക് ഏറ്റവും പ്രാപ്തരായ ചുരുക്കം ചിലരെ തിരഞ്ഞെടുക്കലാണ് സെലക്ഷന്റെ ലക്ഷ്യം. റിക്രൂട്ട്മെന്റ് ഒരു ലളിതമായ പ്രക്രിയയാണ്. എന്നാൽ സെലക്ഷനോ ഒരു സങ്കീർണ പ്രക്രിയയും.